നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഒന്നായ കാനറ ബാങ്ക് ഒരു വലിയ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്തതിന് ₹1 പോലും ചാർജ് ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനമായിരുന്നു അത്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസിൽ നിന്നും താഴ്ന്നാലും പ്രശ്നമില്ല. ഈ പുതിയ നിയമം എല്ലാ തരത്തിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കും ബാധകമാണ്. റെഗുലർ അക്കൗണ്ട്സ്, സാലറി അക്കൗണ്ട്സ്, NRI അക്കൗണ്ട്സ് എല്ലാം ഉൾപ്പെടെ. ഈ നിയമം ജൂൺ 1, 2025 പ്രാബല്യത്തിൽ വന്നത്. ഇതോടെ മിനിമം ഡിപ്പോസിറ്റിന് ചാർജ് ഈടാക്കാത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന പബ്ലിക് സെക്ടർ ബാങ്കായി കാനറ ബാങ്ക് മാറി. മറ്റു ബാങ്കുകൾക്കും ഇതൊരു മാതൃകയാക്കാം. ഇതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഏറ്റവും വലിയ ഗുണം എന്തെന്നാൽ ഇനി അക്കൗണ്ട് ബാലൻസ് കുറയുമ്പോഴും പെനാൽറ്റീസ് ഉണ്ടാവില്ല. അതിനാൽ ലോ ഇൻകം യൂസേഴ്സിനും റൂറൽ അക്കൗണ്ട് ഹോൾഡേഴ്സിനും ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷെ പലരിൽ നിന്നും റിപ്പോർട്ട്സ് വരുന്നുണ്ട് അവർക്ക് പണം ഡിഡക്റ്റ് ആവുന്നു എന്ന് പറഞ്ഞ്. ആ റിപ്പോർട്ട് ശരിയുമാണ്. കാരണം ചിലർക്ക് ഇപ്പോഴും ഡിഡക്ഷൻ കാണുന്നുണ്ട്. ഇതിന്റെ ചില പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം. നമ്പർ 1, ബാങ്കിന്റെ ഇന്റേണൽ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാൻ സമയമെടുക്കും. പഴയ അക്കൗണ്ടുകൾ എസ്പെഷ്യലി NRI അല്ലെങ്കിൽ ഇൻആക്റ്റീവ് അക്കൗണ്ട്സ് അപ്ഡേറ്റ് ആകാൻ സമയമെടുത്തേക്കാം. രണ്ടാമത്, ചില സ്പെഷ്യൽ സ്കീം അക്കൗണ്ട്സ്, ഉദാഹരണത്തിന് കോർപ്പറേറ്റ് സാലറി പ്ലാൻസ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ സിമ്പിൾ ടെക്നിക്കൽ എറർ, ബ്രാഞ്ചിൽ നിന്ന് അക്കൗണ്ട് റീക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ സിസ്റ്റം പഴയ ചാർജസ് തന്നെ ഡിഡക്ട് ചെയ്യും. സോ ഇപ്പോൾ ചോദ്യം ഇതാണ്, ഇതുപോലത്തെ ഡിഡക്ഷൻ വന്നാൽ എന്ത് ചെയ്യും? സ്റ്റെപ്പ് നമ്പർ 1, അക്കൗണ്ട് ടൈപ്പ് ചെക്ക് ചെയ്യുക. കാനറ ബാങ്ക് മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിൽ പോയി നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് കാണുക. റെഗുലർ SB, സാലറി, SBGEN എന്നിവയിൽ ഏതാണെന്ന് നോക്കൂ. സ്റ്റെപ്പ് നമ്പർ 2, കസ്റ്റമർ കെയറിനെ ബന്ധപ്പെടുക. കോൾ ചെയ്യൂ ഈ നമ്പറിൽ 180042500018. ഡേറ്റ്, എമൗണ്ട്, ഡിഡക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് ഷെയർ ചെയ്യുക. ഈ ചാർജ് എന്തുകൊണ്ടാണ് എനിക്ക് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. സ്റ്റെപ്പ് നമ്പർ 3, ബ്രാഞ്ചിൽ പോകുക. സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് എടുത്ത് കാണിക്കുക. ജെനുവിൻ മിസ്റ്റേക്ക് ആണെങ്കിൽ പലപ്പോഴും അവർ റീഫണ്ട് ചെയ്യും. സ്റ്റെപ്പ് നമ്പർ 4, ഇമെയിൽ കംപ്ലൈന്റ്. സ്ക്രീനിൽ മെൻഷൻ ചെയ്ത ഈ ഇമെയിൽ ഐഡിയിലോട്ട് ഒരു മെയിൽ അയക്കുക. പ്രൂഫ് അറ്റാച്ച് ചെയ്യാൻ മറക്കരുത്. സ്റ്റെപ്പ് നമ്പർ 5, RBI ഓംബഡ്സ്മാൻ. 30 ദിവസത്തിനുള്ളിൽ പരിഹാരം കിട്ടിയില്ലെങ്കിൽ RBI CMS പോർട്ടലിൽ കംപ്ലൈന്റ് നൽകാം. സോ ഗൈസ്, ജൂൺ 1, 2025 ശേഷം അക്കൗണ്ടിൽ മിനിമം ബാലൻസ് 0 ആക്കാതിരിക്കുക. കുറഞ്ഞത് ₹1 ബാലൻസ് വെച്ചാലും അക്കൗണ്ട് ആക്റ്റീവായി തുടരും. നോട്ടിഫിക്കേഷൻ, ഇമെയിൽ അപ്ഡേറ്റ് എന്നിവ എൻഷുർ ചെയ്യൂ. ഫ്യൂച്ചർ ചാർജ് ഡിഡക്ഷൻ മനസ്സിലാക്കാൻ എളുപ്പമാകും. അതായത് കാനറ ബാങ്കിന്റെ ഈ ഒരു തീരുമാനം ബാങ്കിംഗ് സെക്ടറിന് വലിയ മാറ്റമാണ്. ഡിഡക്ഷൻ വന്നാൽ മുകളിൽ പറഞ്ഞ സ്റ്റെപ്പ് പിന്തുടരുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ ഡിഡക്ഷൻസ് ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.